नमस्ते बच्चों। हम लोगों ने देखा है पटकथा कैसे लिखते हैं. എങ്ങനെയാണ് ഒരു പട്കഥ എഴുതേണ്ടതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. यहाँ एक पटकथा लिखने की നമൂന दिया गया है. ഒരു പട്കഥ എങ്ങനെ എഴുതാം എന്നൊരു മാതൃകയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നുള്ള ആ ഭാഗത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ഒരു പട്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്കഥയ്ക്ക് ഒരു ദൃശ്യമാണുള്ളത്. നമ്മൾ പട്കഥ എഴുതേണ്ട നിയമങ്ങളെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഉസ്മേ ക്യാ ക്യാ ഹോനാ ചാഹിയേ, ഉസ്മേ ഘടന, സ്ഥാൻ, സമയ, പാത്ര और वेशभूषा, दृश्य का विवरण, संवाद आदि होना है. तो इसके आधार पर पटकथा कैसे लिखेंगे वो हम देखेंगे. ഘടനയും സ്ഥലവും സമയവും പാത്രവേഷഭൂഷയും ദൃശ്യവിവരണവും സംവാദമൊക്കെ ചേർത്തുകൊണ്ട് എങ്ങനെ ഒരു മനോഹരമായ പട്കഥ തിരക്കഥ നിർമ്മിക്കാമെന്ന് നോക്കാം. देखिए, घटना. स्कूल के रास्ते में खेत पर बेला और साहिल बीर बहूटियों को खोजते हैं. ഘടന പറഞ്ഞാൽ എന്താണ് സംഭവം, ഏതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പട്കഥ എഴുതുന്നത്. എന്താ ചെയ്യുന്നത്? സാഹിൽ और ബേല ബീർ ബഹൂട്ടിയോ को खोजते हैं. സാഹിലും ബേലയും ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുന്നത്. അതാണ് ആ പട്കഥയുടെ രംഗം. സ്ഥാൻ ഖേത്ത്. എവിടെയാണ് അവർ അന്വേഷിക്കുന്നത്? ഖേത്തിൽ, വയലിലാണ് അല്ലേ. ഉസ്കെ ബാദ് ക്യാ ഹേ, സമയ്. ഏത് സമയത്താണ് ഇത് നടക്കുന്നത്, ഈ ഒരു സംഭവം നടക്കുന്നത്? സവേരെ 9 ബജെ. അതിനുശേഷം എന്താ? പാത്ര ഔർ വേഷഭൂഷ. കഥാപാത്രവും അവരുടെ വസ്ത്രധാരണവും. അതിലെന്തും കൂടി നമ്മൾ ആഡ് ചെയ്യണം. പാത്രോं की आयु वो कितना है उसको भी उसमें ऐड करना है. देखिए, साहिल पहला पात्र है. साहिल साहिल करीब 10 साल का लड़का है. स्कूली वर्दी में है. उसकी वेशभूषा क्या है? स्कूली वर्दी, स्कूल यूनिफॉर्म ആണ് वेशभूषा. अगला पात्र कौन है? बेला. അടുത്ത കഥാപാത്രം ബേലയാണ്. बेला की वेशभूषा और विशेषता क्या है? करीब 10 साल की लड़की. ഏകദേശം 10 വയസ്സുള്ള പെൺകുട്ടി. അവിടെ സാഹിൽ ആണായതുകൊണ്ടാണ് കാലെടുക്ക എന്ന് വന്നത്. ബേല പെൺകുട്ടി ആയതുകൊണ്ട് കീ ലടുക്കി എന്ന് വന്നു. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓർ ബേല की वेशभूषा क्या है? സ്കൂളി വർदी में. നമ്മളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, സ്കൂളി വർदी എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്തത് എന്താണ്? ദൃശ്യക വിവരൺ. അവിടെയുള്ള ആ ഒരു സീനിന്റെ വിവരണമാണ് കൊടുക്കുന്നത്. देखिए, खेत का दृश्य. आकाश में, माफ कीजिए, आकाश मेघों से भरा है. प्रकाश कम है, फिर भी धुंधली रोशनी फैल रही है. धीमी हवा बह रही है. हवा में सब कुछ हिल रहे हैं. पूरा खेत गीला है. ഇവിടെ ആ വയലിന്റെ ദൃശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ വയലിന്റെ ദൃശ്യം ആയതുകൊണ്ടാണ് ഖേത്ത് കാ ദൃശ്യം എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. ഇനി അതിനു പകരം ഒരു സ്കൂളിന്റെ ദൃശ്യമോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിന്റെ ദൃശ്യമോ ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കണം അവിടെ? സ്കൂൾ കാ ദൃശ്യം അല്ലെങ്കിൽ മാർക്കറ്റ് കാ ദൃശ്യം, ബാസാർ കാ ദൃശ്യം എന്നിങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ എഴുതാം. എങ്ങനെ? ആകാശ് മേഘോം സെ ഭരാ ഹൈ. ആകാശം മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ വയലായാലും സ്കൂളായാലും എന്തായാലും ആകാശം ഉണ്ടാകും അല്ലേ. അപ്പോൾ ആകാശ് മേഘോം സെ ഭരാ ഹൈ, പ്രകാശ് കം ഹെ. വെളിച്ചം വളരെ കുറവാണ്, മങ്ങിയ വെളിച്ചം. ഫിർ ബി ധുന്ദലി രോഷ്നി ഫൈൽ രഹി ഹെ. എന്നിരുന്നാലും എന്താ, ഒരു മങ്ങിയ പ്രകാശം എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. ധീമി ഹവ ബഹ് രഹി ഹെ. വളരെ പതുക്കെ എന്തു ചെയ്യുന്നു? കാറ്റ് വീശുന്നു. ഹവാമേ സബ് കുച്ച് ഹിൽ രഹേ. നമുക്കറിയാം, കാറ്റ് വീശുന്ന സമയത്ത് ചെടികളൊക്കെ എന്തു ചെയ്യും? ആടി ഉലയും അല്ലേ. ഇവിടെ വളരെ പതുക്കെ എന്ത് ചെയ്യുന്നു? ആ ഒരു ധീമി ഹവയിൽ ചെടികളൊക്കെ എന്താ ചെയ്യുന്നത്? ഒന്നിങ്ങനെ ആടുകയാണ്. സംശയന ആകെ ദേഖ്തേ. ഇനി ഏറ്റവും അവസാനമായിട്ട് വേണ്ടത് സംവാദ്. നമ്മൾ സാധാരണ രീതിയിൽ സംഭാഷണം, അതായത്
വാർത്താലാപ് ബാത്ചീത്തൊക്കെ എഴുതാറുണ്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു കഥാപാത്രത്തിൻ്റെ ഭാവങ്ങൾ, അവർ പറയുമ്പോഴുണ്ടാകുന്ന ഭാവങ്ങളൊക്കെ അതിൽ ചേർക്കണം. അത് ബ്രാക്കറ്റിൽ ചേർത്താൽ മതി. ദേഖിയെ സാഹിൽ ആശ്ചര്യസ്. സാഹിൽ ഇപ്പം ഒരു കാര്യം എന്താ ആശ്ചര്യത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാകും. അതിൽ മോഹൻലാൽ ഓരോ തിരക്കഥയൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഥാപാത്രത്തിൻ്റെ അതിലെ കഥാപാത്രത്തിൻ്റെ പേരെന്താ? സരോജ് കുമാർ അല്ലേ? അപ്പോൾ ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നൊക്കെ അതിലെടുത്ത് പറയുന്നുണ്ട്. ഓരോ കാര്യം അയാൾ പേടിയോടെ അഭിനയിക്കണം അല്ലേ, അയാൾ ഇന്ന രീതിയിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുഖഭാവം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരാൾ തിരക്കഥ എഴുതുന്ന സമയത്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ മുഖഭാവം ആദ്യമേ അവിടെ പറയണം. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ? ആശ്ചര്യസ്, വളരെ ആശ്ചര്യത്തോടു കൂടി. ബേല ദേഖേ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ ജൈസ ലാൽ ഹെ. വളരെ ആശ്ചര്യത്തോടെ ബീർബഹൂട്ടിയെ കണ്ട സമയത്താണ് സാഹിൽ പറയുന്നത് എന്ത്? ബേല ദേഖോ. ഓക്കെ, ബേല നോക്കൂ, ആ ബീർബഹൂട്ടിയുടെ നിറം എങ്ങനെയാ? നിന്റെ റിബൺ പോലെയാണ്, നിന്റെ റിബണിന്റെ ചുവപ്പ് റിബൺ പോലെയാണ്. ഓക്കെ, അപ്പോൾ ബേല എന്ത് ചെയ്യും? നമ്മളിപ്പം പെട്ടെന്ന് വേറൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചാൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും അല്ലേ? അപ്പം ആ ഒരു തിരിഞ്ഞു നോക്കുന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു? അവിടെ തിരക്കഥയിൽ കാണിക്കണം. അതാണ് പറഞ്ഞത് ബേല മുടുക്കർ. മുടിന എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ബേല പറയുന്നു സച്ച്. സാഹിൽ പറയുന്നു, സാഹിൽ എന്തോ കേട്ടിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് പറഞ്ഞത് തുമ്നെ കുച്ച് സുനാ ബേല. അത് പറയുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ കുച്ച് സുൻകർ എന്ന് കൊടുത്തു അല്ലേ? കുച്ച് സുൻകർ എന്ന് പറഞ്ഞാൽ എന്തോ കേട്ടിട്ട്. അപ്പൊ സാഹിൽ എന്തോ കേട്ടിട്ടാണ് ഇനി ബേലയോട് പറയാൻ പോകുന്നത്. അതാണ് അവിടെ പറഞ്ഞത് കുച്ച് സുൻകർ എന്ന്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ബേല സുന പെഹലി ഗണ്ടി ലഗയി ഹെ. എന്താ പറഞ്ഞത്? ആദ്യത്തെ ബെല്ലടിച്ചു. എവിടെയാണ് ആദ്യത്തെ ബെല്ലടിച്ചത്? സ്കൂളിൽ അല്ലേ? അപ്പൊ സാഹിൽ എന്ത് ചെയ്യുന്നു? ബേലയോട് എന്തോ പറയാൻ പോകുന്നു. ആ സമയത്ത് സാഹിലിന്റെ മുഖഭാവം അവിടെ പറഞ്ഞിട്ടുണ്ട്. പരേശാനീസെ. പരേശാനീസെ? ഒരു ടെൻഷൻ വന്നിട്ട് അല്ലെങ്കിൽ പരിഭ്രമിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സാഹിൽ എന്തോ പറയുന്നു. എന്താ പറയുന്നത്? ലേക്കിൻ മുജെ പെൻമേ സ്യാഹിബി വർവാനി ഹെ ദുക്കാൻ സെ. എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നരിക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നും അവൻ ആലോചിച്ചില്ല. അതുകൊണ്ടാണ് ആ ഒരു പരിഭ്രമത്തിനെ അവിടെ എഴുത്തുകാരൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ബേല പറയുന്നതാണ് तो जल्दी कर दौड़ो. എന്നാൽ വേഗം എന്ത് ചെയ്യുക? വേഗം നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ ഓടിക്കോ എന്ന് പറഞ്ഞു അല്ലേ? ഒരു പട്കഥ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആ പട്കഥ അവസാനിക്കുമ്പോൾ കട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് പട്കഥ എഴുതേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ?